മലപ്പുറം എടവണ്ണപ്പാറയിലെ 17-കാരിയുടെ മരണത്തിൽ പ്രതിയായ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിക്കെതിരെ വീണ്ടും ഗുരുതരമായ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നു. ആൺകുട്ടികളെയും പ്രതി പീഡനത്തിന് വിധേയമാക്കിയെന്ന പരിശീലനത്തിന് പോയ ഒരു കുട്ടിയുടെ മാതാവ് 24 വെളിപ്പെടുത്തി. പല കുട്ടികളും ലൈംഗിക ഉപദ്രവമാണ് നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. മുഴുവൻ കുട്ടികളെയും കൗൺസിലിങ്ങിന് വിധേയമാക്കിയാലേ പീഡനത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാതാവ് 24നോട്. ഒരു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള യാതൊരു ബന്ധമായിരുന്നില്ല. അവിടെ കുറച്ച് സീനിയർ സ്റ്റുഡൻസ് ഉണ്ട്, 18-19 വയസ്സൊക്കെ അവിടെയുള്ള കുട്ടികൾ മിസ്സുമാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഇയാളുടെ എന്താ പറയുക പ്രൊഡക്റ്റുകളാണ്. ഇയാൾ എന്താണോ അതിൻ്റെ ഒരു പതിപ്പുകൾ തന്നെയാണ്. ഈ മിസ്സുമാരെന്താണെന്ന് ജനങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഈ മിസ്സുമാർ ഇയാളുടെ എല്ലാ ചെയ്തികൾക്കും, അതായത് അവിടെ നിന്ന് നിങ്ങളോട് എങ്ങനെ എനിക്ക് പറയാറില്ല. അപ്പോൾ നല്ല വെൽ ഡ്രസ്സിൽ അല്ലെങ്കിൽ വരുന്ന കുട്ടികൾ, അവിടെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളും ഉണ്ട്. ആ ഡ്രസ്സിങ് റൂമിലും ആണെങ്കിലും ഇനി അവിടെ നിന്ന് മാറുകയാണെങ്കിലും ഇയാളെ മുന്നിൽ അവർക്കൊരു ഒളിയോ മറയോ ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയണത് അയാൾ വെറും കരാട്ടേൻ്റെ ഒരു മാഷായിട്ട് നമ്മളയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. കാരണം അയാൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഹിപ്നോട്ടിസം പോലെ എന്തോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അയാൾ പഠിക്കുക കാര്യങ്ങളോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അയാൾ ഏതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ, ആണായാലും പെണ്ണായാലും. ഞാൻ ആ സമയത്ത് അന്വേഷിച്ചപ്പം എനിക്ക് കിട്ടിയത് ആൺകുട്ടികളെ പോലും ദുരുപയോഗം ചെയ്യാൻ മടിക്കാത്തൊരു വ്യക്തിയാണ്. നമ്മൾ ഇന്ന് വരെ കാണുന്നതിനേക്കാൾ അത്രമാത്രം ഒരു നികൃഷ്ടനാണ് അയാളൊന്നും പറയാനുള്ള വാക്കുകൾ എന്താന്ന് പോലും എനിക്ക് മനസ്സിലായി. അത്ര നീചനാണ് അയാളുടെ. ഇപ്പം ഞാൻ ഇപ്പോഴും പറയണം, ഈ സ്ഥാപനത്തിൽ ഇപ്പോഴും ഇപ്പോൾ സ്റ്റോപ്പായിട്ടുണ്ടാവുള്ളല്ലോ ദിവസങ്ങളായിട്ട്, അതിലുള്ള ഓരോ കുട്ടികളെയും ജസ്റ്റ് കൗൺസിലിംഗ് ചെയ്താൽ, അല്ലാത്തത് വെറുതെ ചോദിച്ചാൽ വിവരം പുറത്തു വരില്ല. കാരണം ആ കുട്ടികൾക്ക് അവർ തെറ്റ് ചെയ്തതായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടാവില്ല. വ്യക്തമായ കൗൺസിലിംഗ് ചെയ്താൽ ആ കുട്ടികളായിട്ട് പറയും. പുറത്ത് നമ്മൾ ശരിക്കും കൂടുതൽ അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. മലപ്പുറം എടവണ്ണപ്പാറയിൽ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിക്കെതിരെ ദിനം പ്രതി ഗുരുതരമായ വലിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മോടിപ്പോൾ സംസാരിച്ചത് നേരത്തെ ഈ കരാട്ടെ കേന്ദ്രത്തിലേക്ക് കുട്ടിയെ കരാട്ടെ പരിശീലനത്തിന് അയച്ച ഒരു കുട്ടിയുടെ മാതാവാണ് നമ്മോട് സംസാരിച്ചത്. 3 ദിവസം മാത്രമാണ് അവരുടെ കുട്ടി അവിടെ പോയിരുന്നത്. 3 ദിവസവും മാതാവ് അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഈ മാതാവും ഈ കരാട്ടെ കേന്ദ്രത്തിൽ പരിശീലനം നോക്കി നിൽക്കുകയും അവിടെ നിന്ന് കണ്ടും മനസ്സിലാക്കിയും അന്വേഷിച്ചും കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് ആൺകുട്ടി എന്നോ പെൺകുട്ടി എന്നോ വ്യത്യാസമില്ലാതെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു ആരെയും എന്നുള്ളതാണ് ഈ മാതാവ് വെളിപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ നടക്കുന്നത് ലൈംഗിക അതിക്രമമാണ് എന്ന് ഒരിക്കലും തന്നെ കുട്ടികൾക്ക് മനസ്സിലായിരുന്നില്ല. കാരണം ആദ്യം തന്നെ ഇയാൾ കുട്ടികളെ കരാട്ടയുടെ ഭാഗമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് വശീകരിക്കുകയും പിന്നീട് ഇദ്ദേഹം ഈ പ്രതി എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഒരു കരാട്ടയുടെ ഭാഗമാണെന്ന് കുട്ടികൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് കുട്ടികൾ എല്ലാത്തിനും നിന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മാതാവ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ഈ കരാട്ടെ പരിശീലിപ്പിക്കുന്ന ഈ സ്ത്രീകളും സമാനമായ രീതിയിൽ ഇയാളുടെ എല്ലാവിധ പ്രവർത്തികൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്തിരുന്നു എന്നുള്ള ഗുരുതരമായ വെളിപ്പെടുത്തൽ ഇതോടൊപ്പം നമ്മൾ പുറത്തുവിടുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മാതാവ് വ്യക്തമാക്കുന്നത് അവിടെ കരാട്ടെ പരിശീലനത്തിയ മുഴുവൻ കുട്ടികളെയും കൗൺസിലിങ്ങിന് വിധേയമാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു പീഡനത്തിന്റെ വ്യാപ്തി മനസ്സിലാകൂ എന്നുള്ളതാണ് ഇവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മാതാവിന്റെ കുട്ടി ഇവരുടെ കുട്ടി 3 ദിവസം മാത്രമാണ് ഇവിടെ പോയിരുന്നത്. ഈ 3 ദിവസം ഉണ്ടായ അനുഭവം വെച്ച്, അല്ലെങ്കിൽ ഈ സ്ത്രീ കണ്ട് മനസ്സിലാക്കിയതും അറിഞ്ഞതും വെച്ച് ഈ അപകടം മനസ്സിലാക്കി കുട്ടിയെ വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് മാറ്റിയത് കൊണ്ട് ഈ കുട്ടി ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിവൈഎസ്പിയെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കൂടുതൽ വെളിപ്പെടുത്തൽ വന്ന സാഹചര്യത്തിൽ വെളിപ്പെടുത്തിയ കുട്ടികളെ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കരാട്ടെ പരിശീലനത്തിൽ പോയ കുട്ടികളെ കൗൺസിലിങ്ങിന് വിധേയമാക്കി കൂടുതൽ മൊഴിയെടുക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാത്രി 8 മണിയോട് കൂടി ചാലിയാർ പുഴയിൽ 17-കാരിയുടെ മൃതദേഹം കാണുന്ന ഒരു ഘട്ടമുണ്ടായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും ഈ കുടുംബത്തിന്റെ പരാതിയിലുമാണ് ഇത്രയും വലിയ ഒരു ലൈംഗിക അതിക്രമത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം.